ഹലോ മൈ ഗൈസ്, നമ്മളന്ന് മുടിയെട്ടാൻ പോവാണേ. അലിൻ ജോസിന്റെ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വധഭീഷണി ഉണ്ടായിരുന്നു. നമ്മൾ ബോഡി ഗാർഡ്സിനെ കൂട്ടിക്കാണ്ട പോണേ. ഇതാണ് നമ്മളെ ബോഡി ഗാർഡ്. മുടിയെട്ടാണ് ചെന്നപ്പോൾ ഷിയാബ് വല്ല ഒരാഴ്ച പട്ടിണി നടന്ന അല്ലർജുന്റെ കൊലത്തിൽ നിൽക്കുന്നത്. മുടിയെട്ടിക്കാണ്ട് നമ്മളിപ്പോ ഈ കോലത്തിലായിക്കണേ. അത് കഴിഞ്ഞാണ്ട് ബോഡി ഗാർഡ്സിന് ശമ്പളമാണെന്ന് പറഞ്ഞിട്ട് മുട്ടായി വാങ്ങാൻ വിട്ടിക്കണ. ഞാൻ പോലെ നമ്മൾ വണ്ടിയിൽ തന്നെ എത്തിക്കാണ്ട് പോയിക്കണം. ഓലെ കുട്ടിങ്ങാണ്ട് പോയാലേ നമ്മൾ പേരന്റെ ആധാരം ചെറുതായിട്ടൊന്ന് പണി വെക്കേണ്ടി വരും. വേറെ സീനൊന്നുമില്ല. അത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ പോയത് മെഹറിന്റെ പേര്. അരമണിക്കൂർ പോസ്റ്റിന് ശേഷം കൊണിച്ചെങ്ങനെ കൊണിഞ്ഞാണ്ട് വരും. നമ്മൾ രണ്ടാളും പാടെ പോകണം. കൊച്ചിയിൽ ഫ്രൂസിന്റെ പുതിയ ഷോപ്പ് തുടങ്ങിക്കണം. അപ്പൊ അതിന്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അവിടേക്ക് പോകാം. പിന്നെ 10 ദിവസമായിട്ട് ഇവിടെ പെറ്റെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ട് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടാൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ആയത്തിലൊരു സ്റ്റേ. പോരാത്തിന് എത്ര ദിവസം ഇവിടെ ജ്യൂസ് ഫ്രീ ആയി. കൊച്ചിന് ഫ്രൂസ് ഭരിക്കും. അതിനെന്തിന് ഇപ്പം കടന്ന് മെയിൻ ആവുന്ന ഇച്ചറിയാം. ക്യൂട്ട്നെസ് ഇട്ട് ജ്യൂസ് കുടിച്ചിട്ട് മേരെ കണ്ടില്ലേ കണ്ടു. അവിടെ കുറെ നേരം ചെറിയ തോളിലിട്ട് കണ്ടില്ല. അതിന്റെ അപ്പുറത്തെ പീടിയിൽ ഫ്രൂസിന്റെ പേരിൽ പറ്റുണ്ടായോണ്ട് ഇവനൊക്കെ അവിടെ തന്നെ പെറ്റെടുക്കുക. പ്രസിഡന്റ് കാന കരിമ്പൻ തോട്ടത്തിൽ കയറിയ പോലെ കയറി. ഇവന് പിന്നെ മെഹറിനെ കണ്ടപ്പോ തുടങ്ങിയ സൂക്കർ. അല്ലെങ്കിൽ ഓനക്ക് സ്റ്റേക്കാൻ മാത്രം അറിയുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞാണ്ട് റൂമിലൊന്നും കണ്ട് കുറെ നേരം വൈബ്. അങ്ങനെ ഗർഭിണനെ റമീസിന്റെ പള്ളമീൻ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയാണ്ട് രാവിലെ എന്നിട്ട് ഈ തോരപ്പനും കൂട്ടിക്കാണ്ട് നേരെ പോയത് നമ്മളെ മിന്നു ഡോക്ടറായിട്ട്. രണ്ട് കൂട്ടർക്കും നല്ല പൈപ്പ് ഉണ്ടായിട്ട് നമ്മളിന്ന് ഫുഡേക്ക് ഇറങ്ങി. പാതിര കോയിക്കാണ് വന്നിട്ട്. ഇവിടുത്തെ ഷവർമ മസ്റ്റ് ട്രൈ സാധനം. 30 പിന്നെ ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞാണ്ട് സലാഡ് തിന്നു. ആസ്പത്രിയിൽ വന്നപ്പത്തിന് 30 പ്രൊഫഷണൽ ലുക്ക് ആയി. നമ്മളെ മുഖത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് റമീസിനെ എടുക്കാൻ പോയത്. ചെറുക്കണ്ട് ഡിഫൻഡർ എന്നൊക്കെ ഇറങ്ങി വരുന്നത്. ആ കജ്ജുകാലായിട്ട് വീസണ ഓന്റെ ഡ്രൈവറാണ്. ഓനെ ഡിഫൻഡർ ഇറക്കിയാണ്ട് നമ്മളെ നായ്ക്കുറുക്കലിൽ ഡ്രൈവർ ആക്കി. അപ്പൊ ബാക്കി നാളെ